ക്ലാസ്സിലോട്ട് പോകാം. ഫസ്റ്റ് നമ്മൾ ഈ മൈക്രോ പ്രോസസറിന്റെ ആർക്കിടെക്ചർ പഠിക്കണം മുമ്പ് നമുക്ക് കുറച്ച് നമ്പർ സിസ്റ്റം എന്താണെന്നുള്ളത് നമുക്ക് പഠിച്ചെടുക്കാം. എന്നാൽ ഈ ടേംസുകളൊക്കെ ഞാൻ ഇവിടെ പറയുന്ന ക്ലാസ്സുകളിൽ യൂസ് ചെയ്യാൻ പോകുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് അത് പറയുമ്പോഴത്തേക്കും ഒന്ന് ക്ലിക്ക് ആകാൻ വേണ്ടിയിട്ട് എന്താണെന്ന് നമുക്ക് നോക്കാം. നമുക്കറിയാം ഡെസിമൽ എന്ന് പറയുമ്പോൾ എന്താണ് 0, 1, 2, 3, 4, 5, 6 എങ്ങനെയായിരിക്കും നമ്മൾ പറയുന്നത് അല്ലെ. അത് നമ്മൾ ബൈനറി ആയിട്ട് എഴുതുമ്പോഴത്തേക്കും ഇതിപ്പോൾ 4 ബിറ്റിലാണ് ഞാൻ എഴുതുന്നത്. ബിറ്റ് എന്താണെന്നൊക്കെ ഉള്ളത് ഞാൻ നേരത്തെ ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. എന്താണ് മക്കളെ ബിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സീറോസും വൺസും എന്ന് പറഞ്ഞതിനെയാണ് നമ്മൾ ബിറ്റ് എന്ന് പറയുന്നത് അല്ലെ. 0ഉം 1 എന്ന് പറഞ്ഞതിനെയാണ് നമ്മൾ ബിറ്റ് എന്ന് പറയുന്നത് അല്ലെ. അപ്പോൾ ഇവിടെ 4 നമ്പേഴ്സ് ആണ് നമ്മൾ ചേരുന്നിരിക്കുന്നത്. 4 നമ്പേഴ്സ് ചേരുവാണെന്നുണ്ടെങ്കിൽ അതിനെ നമ്മൾ നിബിൾ എന്നായിരിക്കും നമ്മൾ പറയുന്നത്. അപ്പോൾ ഡെസിമലിനകത്ത് പറയുമ്പോഴത്തേക്കും സീറോവിനെ നമ്മൾ 0 എന്നായിരിക്കും നമ്മൾ പറയുന്നത്. ഇത് ബൈനറിയിൽ പറയുമ്പോഴത്തേക്കും എങ്ങനെ പറയും 0, 0, 0, 0 എന്നായിരിക്കും നമ്മൾ പറയേണ്ടത്. ഓക്കെ. ഇപ്പോൾ 1 ആണെന്നുണ്ടെങ്കിലോ 0, 0, 0, 1. 2 ആണെന്നുണ്ടെങ്കിലോ 0, 0, 1, 0. ഇത് എങ്ങനെയാണ് ചെയ്യുന്നത്? ഈ 1 അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റി എഴുതുന്നത് എന്ന് പറഞ്ഞിട്ട് നിങ്ങൾക്ക് കൺഫ്യൂസ് ആകും അല്ലെ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ജസ്റ്റ് ഒന്ന് പറഞ്ഞു തരാം, ശ്രദ്ധിച്ചോ. അതായത് ഇതെല്ലാം നമ്മൾ എഴുതേണ്ടത് എങ്ങനെയാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഫസ്റ്റ് എഴുതുന്ന നമ്പർ, അതായത് ഇതിനെ ലീസ്റ്റ് സിഗ്നിഫിക്കന്റ് ബിറ്റ് എന്ന് പറയും. ഇപ്പോഴത്തെ ഇരിക്കുന്നതിന് മോസ്റ്റ് സിഗ്നിഫിക്കന്റ് ബിറ്റ് എന്ന് പറയും. അതായത് ഇത് LSB എന്ന് പറയും, ഇത് MSB എന്നായിരിക്കും നമ്മൾ പറയുന്നത് കേട്ടോ. ലീസ്റ്റ് സിഗ്നിഫിക്കന്റ് ബിറ്റ്, ഇത് മോസ്റ്റ് സിഗ്നിഫിക്കന്റ് ബിറ്റ് എന്ന് പറയും. ഓക്കെ. ഇനി ശ്രദ്ധിച്ചോ, ഇതെങ്ങനെയാണ് ഞാൻ എഴുതിയതെന്ന് പറഞ്ഞു തരാം. അതായത് 2 പവർ 0, 2 പവർ 1, 2 പവർ 2, 2 പവർ 3. ഇപ്പൊ 4 ആയതുകൊണ്ട് 4 ഇത് മതി. ഇത് 5, 6, 8 ബിറ്റുകളൊക്കെ പോകുകയാണെന്നുണ്ടെങ്കിൽ ഇതേപോലെ തന്നെ 2 പവർ 4, 2 പവർ 5 ഇങ്ങനെ എഴുതിക്കൊണ്ടായിരിക്കും പോകേണ്ടത്. ഇപ്പൊ നോക്കിയേ, നമുക്ക് 2 പവർ 0 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മീനിങ് എന്താ? 2 പവർ 0 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1 എന്നാണ് അല്ലെ. അടുത്തത് 2 പവർ 1 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2 എന്നാണ്. 2 പവർ 2 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? 2 × 2 4. 2 പവർ 3 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മീനിങ് എന്താ? 2 × 2 × 2 8 എന്നായിരിക്കും വരേണ്ടത് അല്ലെ. അപ്പൊ ഇത് 8, ഇത് 8, ഇത് 4, ഇത് 2, ഇത് 1. ഓക്കെ, മനസ്സിലാവുന്നുണ്ടോ? ഒന്നുകൂടി ഞാൻ പറഞ്ഞു തരാം, ശ്രദ്ധിച്ചേ. അതായത് 4 ബിറ്റുകളായിട്ടാണ് എഴുതാൻ പോകുകയാണെന്നുണ്ടെങ്കിൽ എങ്ങനെ എഴുതണം മക്കളെ? അതായത് 2 പവർ 0, 2 പവർ 1, 2 പവർ 2, 2 പവർ 3. 2 പവർ 0 എന്ന് പറഞ്ഞാൽ എത്രയാണ്? 1. 2 പവർ 1 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2. 2 പവർ 2 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2 × 2 എന്നാണ്, 4 എന്നായിരിക്കും വരുന്നത്. 2 പവർ 3 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 8 എന്നായിരിക്കും വരുന്നത്. ഓക്കെ, ഇത് ഇത്രയും നിങ്ങൾക്ക് മനസ്സിലായെന്ന് ഞാൻ വിചാരിക്കുന്നുണ്ട്. ഫസ്റ്റ് എന്താണ്? 0 ആണ് വേണ്ടത് അല്ലെ. 0നെ നമ്മൾ എങ്ങനെയാണ് ഈ 4 0 എന്ന് പറഞ്ഞ് എഴുതിയേക്കണം എന്ന് പറയുമ്പോഴേക്കും ഇതെല്ലാத்தைയും നിങ്ങൾ കൂട്ടി നോക്കിയേ. 8 + 4 + 2 + 1 ഒന്ന് ജസ്റ്റ് കൂട്ടി നോക്കുമ്പോഴേക്കും 8 4 12, 12 2 14, 14 1 15 അല്ലെ. അപ്പൊ നമുക്ക് ഇവിടെ 0 ആണ് വേണ്ടത്. 0 ആണ് വേണമെന്നുണ്ടെങ്കിൽ എല്ലാ സ്ഥാനത്തിലും നമ്മൾ 0, 0, 0, 0 എന്ന് എഴുതുക. ഓക്കെ അല്ലേ. അടുത്തത് നമുക്ക് 1 ആണ്. ഡെസിമലിന്റെ 1നെ എങ്ങനെയാണ് ബൈനറിയിൽ എഴുതേണ്ടത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ഏത് കൂട്ടുമ്പോഴാണ് 1 വരുന്നത്? ഇത് മാത്രമല്ലേ, ഈ ഒരു പ്ലേസ് മാത്രമല്ലേ. ആ പ്ലേസ് മാത്രം 1 ആക്കുക, ബാക്കിയുള്ള പ്ലേസ് 0 ആക്കുക. ഓക്കെ ആണോ? അടുത്തത് 2 എന്ന് പറഞ്ഞ ഡെസിമൽ. 2 എന്ന് പറഞ്ഞ ഡെസിമൽ വരണമെന്നുണ്ടെങ്കിൽ എന്ത് വേണം? 2 വരുന്നത് ഇവിടെയല്ലേ. അപ്പൊ അവിടെ മാത്രമല്ലേ, അത് മാത്രമല്ലേ കൂട്ടിയാൽ 2 എന്ന് പറഞ്ഞ് വരത്തോളൂ. അത് മാത്രം 1 ആക്കുക, ബാക്കിയുള്ള പ്ലേസ് 0, 0 ആക്കുക. ഇനി അടുത്ത് നിങ്ങൾ തന്നെ പറഞ്ഞേ 3 വേണം. 3 വേണമെന്നുണ്ടെങ്കിൽ ഇതിൽ ഏത് നമ്പേഴ്സ് കൂട്ടിയാൽ 3 വരും? 2ഉം 1ഉം കൂട്ടിയെങ്കിലല്ലേ 3 വരത്തോളൂ. അപ്പൊ 2ന്റെ പ്ലേസിലും 1ന്റെ പ്ലേസിലും 1 1 എന്ന് ഇടുക, ബാക്കിയുള്ള പ്ലേസിൽ 0 0. ഇപ്പൊ മനസ്സിലാവുന്നുണ്ടെന്ന് തോന്നുന്നുണ്ട്. 4 ഇനി എങ്ങനെ എഴുതും? 4ന്റെ എങ്ങനെ? 4 മാത്രം കൂട്ടിയെങ്കിലല്ലേ 4 നടത്തോളൂ. ബാക്കിയുള്ള പ്ലേസുകളിൽ അപ്പൊ എന്ത് ചെയ്യണം? 0 ഇട്ടിട്ട് 1 0 0. ഓക്കെ ആവുന്നുണ്ടോ? അടുത്തത് 5 പറഞ്ഞേ. 5 ആണെന്നുണ്ടെങ്കിൽ എന്ത് വേണം? 4ഉം 1ഉം കൂട്ടിയെങ്കിലാണ് 5 വരത്തോളൂ. അപ്പൊ എങ്ങനെ എഴുതും? 8ന്റെ പ്ലേസിൽ 0 ഇടുക, 1 0 1. ഓക്കെ ആണോ? 6 എന്ന് പറഞ്ഞ പ്ലേസിൽ 6 ആണെന്നുണ്ടെങ്കിൽ എങ്ങനെ എഴുതണം? 6 വരുന്നുണ്ടെങ്കിൽ 4ഉം 2ഉം കൂട്ടിയെങ്കിലാണ് 6 വരത്തുള്ളൂ. അപ്പൊ 8ന്റെ പ്ലേസിലും 1ന്റെ പ്ലേസിലും എന്തിടണം? 0. വെരി ഗുഡ്. 0 1 1 0 എന്ന് പറഞ്ഞിട്ടായിരിക്കും ഇടേണ്ടത്. അടുത്തത് 7 ആണെന്നുണ്ടെങ്കിലോ 4 + 2 + 1 7 അല്ലെ. അപ്പൊ 0 1 1 1. ഓക്കെ ആണോ? അടുത്തത് 8 ആണെന്നുണ്ടെങ്കിൽ എന്താണ്? 8 എന്ന് പറഞ്ഞത് ഇത് മാത്രമേ ഉള്ളൂ അല്ലെ. അപ്പൊ ബാക്കിയുള്ളതൊന്നും വേണ്ടല്ലോ. അപ്പൊ 1 0 0 0. ഓക്കെ ആണോ? അടുത്തത് 9 വേണമെന്നുണ്ടെങ്കിൽ എന്ത് വേണം? 8ഉം 1ഉം ഉള്ള പ്ലേസിൽ. അപ്പൊ 1 0 0 1. ഓക്കെ ആണോ? അടുത്തത് 10 ആണെന്നുണ്ടെങ്കിൽ ഇവിടെ എഴുതിയിട്ടുണ്ട് നോക്കിയാൽ 10ന്റെ എങ്ങനെയാണ് എഴുതിയേക്കുന്നത്? 8ന്റെ പ്ലേസും 2ന്റെ പ്ലേസും. 8ന്റെ പ്ലേസും 2ന്റെ പ്ലേസും മാത്രം 1 ഇട്ടിട്ടുണ്ട്. 8 2 10 അതാണ്. അടുത്തത് 11 ആണെങ്കിൽ എന്ത് വേണം? 8 2 10 + 1 11. അപ്പൊ ഇത് ഇപ്പൊ ഒന്ന് നോക്കി കഴിഞ്ഞാൽ നോക്കിയേ, 8ന്റെ പ്ലേസിൽ 2ന്റെ പ്ലേസിൽ 1ന്റെ പ്ലേസിൽ മാത്രം 1 ആക്കിയേക്കും. അങ്ങനെ നമ്മൾ 15 വരെ എഴുതുമ്പോഴേക്കും 4 1 എന്ന് പറഞ്ഞിട്ട് വന്നു പോയി. എന്നാൽ നമുക്ക് ഇവിടെ എന്താണ്? 8 4 12 2 14 1 15. അപ്പൊ അങ്ങനെ ആയിരിക്കും നമ്മൾ ഇതിനകത്ത് വരുന്നത്. ഓക്കെ ആണോ? ബൈനറിയിൽ എഴുതുന്നത് എങ്ങനെയാണെന്ന് മനസ്സിലായല്ലോ. അപ്പൊ 0 ആണെന്നുണ്ടെങ്കിൽ 4 0, 1 ആണെന്നുണ്ടെങ്കിൽ എങ്ങനെ എഴുതണം? 0 0 0 1. 2 ആണെന്നുണ്ടെങ്കിലോ 0 0 1 0. ഇതെല്ലാവർക്കും ഓർമ്മ വേണം. ഇത് ഞാൻ എങ്ങനെയാണ് എഴുതിയതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ? ഫോർ എക്സാമ്പിൾ 5ന്റെ ഡെസിമൽ നമ്പർ ബൈനറിയിൽ എഴുതാൻ പറഞ്ഞു കഴിഞ്ഞാൽ എങ്ങനെ എഴുതും? 5ന്റെ ഡെസിമൽ നമ്പർ എങ്ങനെ എഴുതും? അപ്പൊ തന്നെ ഇങ്ങനെ ഓർത്ത് വെച്ചോണം. 8 4 2 1. ഇത് ഞാൻ എങ്ങനെയാണ് എഴുതിയത്? 2 പവർ 0നെയാണ് 1 എന്ന് എഴുതിയത്, 2 പവർ 1നെയാണ് 2 എന്ന് എഴുതിയത്, 2 പവർ 2നെയാണ് 4 എന്ന് എഴുതിയത്, 2 പവർ 3നെയാണ് 8 എന്ന് എഴുതിയത്. ഓക്കെ. അപ്പൊ ഡെസിമൽ എന്ന് പറഞ്ഞാൽ 5 എന്ന് പറഞ്ഞ നമ്പർക്ക് എങ്ങനെയാണ് ബൈനറിയിൽ എഴുതിയത്തോളൂ? 4ഉം 1ഉം കൂട്ടിയെങ്കിലാണ് 5 വരുന്നത് അല്ലെ. അപ്പൊ നമ്മൾ ആ ഒരു പ്ലേസിൽ മാത്രം വന്നിടുക. അപ്പൊ 0 1 0 1. ഇപ്പൊ മനസ്സിലായോ എല്ലാവർക്കും? അപ്പൊ 5 എന്നുള്ളതിനാണ് നമ്മൾ ഇങ്ങനെ എഴുതിക്കുന്നത്. അപ്പൊ ബൈനറി എഴുതുന്നത് എങ്ങനെയാണെന്ന് പഠിച്ചു. ഇനി അടുത്തത് ഹെക്സാഡെസിമൽ എന്താണെന്നുള്ളത് നമുക്ക് നോക്കാം. അതെന്താ ഹെക്സാഡെസിമൽ മിസ് എന്ന് പറയുമ്പോഴേക്കും ഞാൻ നേരത്തെ പഠിപ്പിച്ച ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. നമുക്ക് എന്താണ് കൂടുതലും ലാബുകളിൽ ഇൻപുട്ട് ഔട്ട്പുട്ട് ഡിവൈസസ് ആയിട്ട് യൂസ് ചെയ്യുന്ന സ്ഥലത്ത് കീബോർഡുകൾ യൂസ് ചെയ്യാറുണ്ട്. ആ കീബോർഡുകൾ എന്ന് പറയുമ്പോഴേക്കും ASCII കീബോർഡും യൂസ് ചെയ്യാം, ഹെക്സാഡെസിമൽ കീബോർഡും നമ്മൾ യൂസ് ചെയ്യാം. അപ്പോൾ ഹെക്സാഡെസിമൽ കീബോർഡ് എന്ന് പറയുന്നത് ഹെക്സാഡെസിമലിന്റെ വാല്യൂ ആയിട്ട് വേണം നമ്മൾ പഠിക്കാൻ. അതിൽ 0 തൊട്ട് 9 വരെ നിങ്ങൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഡെസിമലിൽ വരുന്ന അതേ ഇത് തന്നെയാണ് ഹെക്സയിലും നിങ്ങൾക്ക് ഇരിക്കുന്നത്. ഓക്കെ. എങ്ങനെയാ മക്കളെ? 0 തൊട്ട് 9 വരെ നോക്കുമ്പോഴേക്കും എന്താണ്?
ഹെക്സാഡെസിമലിനകത്തും അതേപോലെ തന്നെയാണ് ഇരിക്കുന്നത്. പക്ഷേ 10ന്റെ നോക്കി കഴിഞ്ഞാൽ എന്താ എഴുതിയിരിക്കുന്നത് നോക്കി, എ എന്ന് പറഞ്ഞിട്ടായിരിക്കും ഇരിക്കുന്നത്. അതായത് ഹെക്സാഡെസിമലിനകത്ത് 10 എന്ന് പറഞ്ഞെങ്കിൽ എ എന്ന് വേണം എഴുതാൻ, 11 എന്ന് പറയുമ്പോഴേക്കും ബി എന്നായിരിക്കും എഴുതേണ്ടത്, 12 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സി എന്നായിരിക്കും, 13 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡി ആയിരിക്കും, 14 എന്ന് പറഞ്ഞെങ്കിൽ എന്താ ഇ, 15 എന്ന് പറഞ്ഞെങ്കിൽ എഫ് എന്നായിരിക്കും വരുന്നത്. ഓക്കെ ആണോ? അപ്പൊ ഹെക്സാഡെസിമലിനകത്ത് പറയുമ്പോഴേക്കും എന്താണ് 0 തൊട്ട് 9 വരെ ഉള്ളത് സെയിം ഡെസിമലിൽ പോലെ തന്നെ ഉള്ളതായിരിക്കും. ഇത് 10 തൊട്ട് 15 വരെ ഉള്ളതാണെന്നുണ്ടെങ്കിൽ എ ബി സി ഡി ഇ എന്നായിരിക്കും വരുന്നത്. ഓക്കെ മിസ്സേ, അങ്ങനെയാണെങ്കിൽ ഡെസിമലിന്റെ 16, 17 ഒന്നും ഹെക്സയിൽ എഴുതണ്ടേ എന്ന് നിങ്ങൾക്ക് ചോദ്യം വരാം അല്ലേ? അപ്പൊ എങ്ങനെയാണ് എഴുതേണ്ടത്? 16 എന്നാണെന്നുണ്ടെങ്കിൽ അതിനെ ഹെക്സയിൽ എഴുതുന്നത് എങ്ങനെയാണെന്ന് ജസ്റ്റ് ഇപ്പൊ പറഞ്ഞു തരാം, ശ്രദ്ധിച്ചോ. ഈ ഹെക്സാ എന്ന് ഉദ്ദേശിക്കുന്നത് എന്താണ്, 16ന്റെ പവേഴ്സുകളൊക്കെയാണ് നമ്മൾ ഹെക്സാഡെസിമൽ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ഇത് 16 ഹെക്സാ എന്ന് പറയുമ്പോൾ എന്താണ് 16 അല്ലേ, ഒക്ട എന്ന് പറഞ്ഞാൽ 8 ആണ് അല്ലെ? അപ്പൊ ഈ ഡെസിമലിന്റെ 16 നമ്മൾ എങ്ങനെയാണ് ഹെക്സയിൽ എഴുതുന്നത് എന്ന് ജസ്റ്റ് ഒന്ന് നോക്കാം. അപ്പൊ നമ്മുടെ ഡെസിമൽ 16ന് ഹെക്സ കൊണ്ട് എന്ന് പറയുമ്പോൾ എന്താണ്, ഹെക്സ 16 കൊണ്ട് ഡിവൈഡ് ചെയ്ത് നോക്കുക. ഡിവൈഡ് ചെയ്ത് നോക്കുമ്പോഴേക്കും എന്താണ്, ഇത് 1 ടൈം ആണ് 16 വരത്തുള്ളൂ. ബാലൻസ് ഉണ്ടോ? ഇല്ല, 0 ആണ് ഇരിക്കുന്നത് അല്ലെ? അപ്പൊ അടുത്ത് ഇനി എന്തെങ്കിലും ചെയ്യാനുണ്ടോ? ഇല്ല, ലാസ്റ്റ് 1 0 മാത്രമാണ് വന്നിരിക്കുന്നത്. ഇനി എഴുതേണ്ടത് ഇവിടെ നിന്ന് ഇങ്ങനെ ആയിട്ട് വേണം എഴുതാൻ. അതായത് 1 0, അതായത് 16ന് ഹെക്സയിൽ പറയുന്നത് എങ്ങനെയാണ് എഴുതത്തുള്ളൂ, 10 എന്നായിരിക്കും എഴുതേണ്ടത്. അങ്ങനെയാണെങ്കിൽ 17ന്റെ ഒന്ന് നോക്കിയെങ്കിൽ 17ന് നമ്മൾ എങ്ങനെ എഴുതും? 17 ഇവിടെ ഉണ്ട്, ഹെക്സയിൽ ആക്കണമെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണമെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട്, 16 കൊണ്ട് ഡിവൈഡ് ചെയ്ത് നോക്കണം. 16 കൊണ്ട് ഒന്ന് ഡിവൈഡ് ചെയ്ത് നോക്കിയേ, 17ൽ എത്ര 16 ഉണ്ട്? ഒരു 16 ആണ് ഉള്ളത്. ബാലൻസ് ഉണ്ടോ? ഒന്നും പറഞ്ഞ ഒരു ബാലൻസ് ഉണ്ട് അല്ലെ? ഇനി എന്തെങ്കിലും ചെയ്യാനായിട്ട് നമ്പേഴ്സ് ഉണ്ടോ നോക്കി കഴിഞ്ഞാൽ ആകെ 1 മാത്രമേ ഉള്ളൂ. ഇനി നമുക്ക് ചെയ്യാനില്ല. അപ്പൊ എന്ത് ചെയ്യണം, ഈ ഒരു ലെഫ്റ്റ് തൊട്ട് റൈറ്റ് ഇങ്ങനെ മേലോട്ട് പ്രകാരം എഴുതണം. അപ്പൊ എഴുതുമ്പോൾ എങ്ങനെ വരും, ഫസ്റ്റ് ഈ 1 എഴുതി, അടുത്തത് ഇതും എഴുതണം. അപ്പൊ എങ്ങനെയാ 17 എന്ന് പറഞ്ഞ ഡെസിമൽ വാല്യൂ ഹെക്സയിൽ എഴുതുമ്പോൾ എങ്ങനെ എഴുതും മക്കളെ, 11 എന്നായിരിക്കും എഴുതേണ്ടത്. ഓക്കെ ആണോ? അപ്പൊ 16ന് ഞാൻ എങ്ങനെ എഴുതി, 10 എന്ന് ഹെക്സയിൽ പറയണം. 17ന് എങ്ങനെ എഴുതി, 11. ഓക്കെ, ഇനി 18 ആണെങ്കിലോ, 18 ചെയ്യണമെങ്കിൽ എന്ത് ചെയ്യണം, 16 കൊണ്ട് ഡിവൈഡ് ചെയ്ത് നോക്കുമ്പോഴേക്കും അപ്പോൾ എന്താണ്, 18ൽ ഒരു ടൈം ആണ് 16 വരുന്നത്, ബാലൻസ് 2 ഉണ്ട്. ഇനി എന്തെങ്കിലും ചെയ്യാനുണ്ടാവിടെ ഇല്ല. അപ്പൊ എന്താണ്, ഇത് എഴുതുമ്പോഴേക്കും ഇങ്ങനെ എഴുതും, 18ന് എങ്ങനെ എഴുതണം, ഹെക്സയിൽ എഴുതുമ്പോഴേക്കും 1 2 എന്ന് പറയുന്നത് 12 എന്നായിരിക്കും എഴുതേണ്ടത്. ഓക്കെ, ഹെക്സാഡെസിമലിനകത്ത് പറയുമ്പോഴേക്കും ഇങ്ങനെ വേണം എഴുതാൻ. ഇതേപോലെ തന്നെയാണ് എല്ലാ ഇതിനകത്തും വരാൻ പോകുന്നത്. അത് 25 30 അങ്ങനെ ഏത് നമ്പർ ആണെന്നുണ്ടെങ്കിലും ഡെസിമൽ നമ്പർ ആണെന്നുണ്ടെങ്കിലും അതെന്ത് ചെയ്യണം, 16 കൊണ്ട് ഡിവൈഡ് ചെയ്ത് നോക്കണം. 16 കൊണ്ട് ഡിവൈഡ് ചെയ്ത് നോക്കുന്നതിന് നമുക്ക് ഇങ്ങനെ എഴുതാം. ഓക്കെ, ഫോർ എക്സാമ്പിൾ 26 നമുക്ക് നോക്കാം. 26 എന്ന് പറഞ്ഞ ഒരു ഡെസിമൽ നമ്പർ ഉണ്ട്. ഈ 26 എന്ന് പറഞ്ഞ ഡെസിമൽ ഹെക്സയിൽ എങ്ങനെയാണ് എഴുതുന്നത് എന്ന് ഞാൻ കാണിച്ചു തരാം, ശ്രദ്ധിച്ചോ. നോക്കിക്കോ, 26 എന്ന് പറഞ്ഞ ഡെസിമൽ ആണ് നമുക്കുള്ളത്. 26 എന്ന് പറഞ്ഞ ഡെസിമൽ അത് ഹെക്സയിലോട്ട് എങ്ങനെയാണ് മാറ്റുന്നത് നോക്കാം. അപ്പൊ എന്ത് ചെയ്യണമെന്ന് ഞാൻ പറഞ്ഞു കൊടുത്തിട്ടുണ്ട്, 16 കൊണ്ട് ഡിവൈഡ് ചെയ്യണമെന്ന് ഞാൻ പറഞ്ഞു. 16 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോഴേക്കും ഇതിനകത്ത് 2 16 ആണെന്നുണ്ടെങ്കിൽ 32 വേണം അല്ലെ? പക്ഷേ ഇവിടെ 26 ഉള്ളൂ, ഒരു 16 വരത്തുള്ളൂ. ഒരു 16 വന്നു, ബാക്കി എത്ര ഉണ്ട്, 10 എന്നാണ് ഉള്ളത്. 10 എന്ന് പറയുമ്പോൾ ഹെക്സയിൽ ഞാൻ എങ്ങനെ എഴുതണമെന്ന് പറഞ്ഞു കൊടുത്തിട്ടുണ്ട്, ദാ ഇവിടെ ഉണ്ട് എ എന്ന് പറഞ്ഞിട്ട് അല്ലെ? അപ്പൊ എ എന്ന് വേണം എഴുതാൻ. ഇനി നമുക്ക് എന്തെങ്കിലും ഡിവൈഡ് ചെയ്യാനുണ്ടോ? ഇല്ലല്ലോ. ഡിവൈഡ് ചെയ്യാൻ ഉണ്ടെന്നുണ്ടെങ്കിൽ പിന്നെയും എന്ത് ചെയ്യണം, ഇങ്ങനെ ഇട്ടിട്ട് 16 എന്ന് പറഞ്ഞിട്ട് ഡിവൈഡ് ചെയ്ത് ഇങ്ങനെ ലാസ്റ്റ് ചെറിയ നമ്പർ ആക്കി കൊണ്ടുവരണം. ഓക്കെ, ഇപ്പൊ ഇതൊന്നും ഇല്ലാത്തത് കൊണ്ട് ലാസ്റ്റ് എന്താണ് 26ന് അപ്പൊ നമ്മൾ ഹെക്സയിൽ എങ്ങനെ എഴുതാൻ പോകുന്നത്, ഇങ്ങനെ ലെഫ്റ്റിൽ നിന്ന് റൈറ്റിലോട്ട് മേലോട്ട് കൊണ്ടുവന്നില്ലേ? അപ്പൊ എങ്ങനെ എഴുതും, 1 എ എന്നായിരിക്കും എഴുതേണ്ടത്. എല്ലാവർക്കും മനസ്സിലാവുന്നുണ്ടോ? ഡൗട്ട്സ് ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ഒന്നും കൂടി പറഞ്ഞു തരാം. എങ്ങനെയാ, ഈ 27 നോക്കിയെങ്കിലോ, 27 അല്ലെങ്കിൽ എന്ത് വേണം, 28 നോക്കിയെങ്കിലോ, 28 നോക്കാം. 28 എന്ത് ചെയ്യണം, ഡെസിമലിനകത്താണ് ഇരിക്കുന്നത്, അത് ഹെക്സയിലോട്ട് ആക്കണം. ഹെക്സയിൽ ആക്കണമെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണം മക്കളെ, 16 കൊണ്ട് ഡിവൈഡ് ചെയ്യണം. 16 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ എന്ത് വരും, ഒരു 16 ആയിരിക്കും വരുന്നത്. ബാക്കി എന്തുണ്ട്, ബാക്കി